അനുമോൾ ആദില നൂറ ഇവര് തമ്മിലുള്ള ഒരു പ്രശ്നം ഇപ്പോൾ പറഞ്ഞു തീർക്കാൻ നോക്കുന്ന അനീഷിനെയാണ് ലൈവിൽ കാണിക്കുന്നത്. ആദില ഡ്രസ്സെല്ലാം മാറ്റി പോകുന്നത് കണ്ട് അനീഷ് പറയുന്നുണ്ട്, ആദില ഇവിടെ വന്നിരിക്കേ, എന്തായി നിങ്ങളുടെ പിണക്കമൊക്കെ? അപ്പോൾ ആദില പറയുന്നുണ്ട്, എന്ത് പിണക്കം? പിണക്കമൊന്നുമില്ല ചേട്ടാ, തിരിച്ചറിവുകളേ ഉള്ളൂ. അത് അനുവിനായിട്ടൊന്ന് കൊള്ളിച്ച പോലെയാണ് ആദില പറയുന്നത്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ, നിങ്ങൾക്ക് പഴയ പോലെ ആയിക്കൂടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനീഷ് ഇവരുടെ ആ ഒരു പ്രശ്നം സോൾവ് ആക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ ആദില പറയുന്നു, അവൾ പറഞ്ഞല്ലോ അവളുടെ എന്തോ കണ്ടിട്ടാണ് ഞങ്ങൾ അവളുടെ പുറകെ പോകുന്നത്, അത് അവൾ എന്താന്ന് പറയട്ടെ, അപ്പോൾ ആലോചിക്കാം എന്ന രീതിക്കാണ് ആദിലട പറയുന്നത്. ഒടുക്ക അനീഷ് പറയുന്നുണ്ട്, ഞാനും ഷാനവാസ് എത്ര വഴക്കുണ്ടായിട്ടുണ്ട്, എന്നിട്ട് ഞങ്ങൾ ഇപ്പോഴും അടുത്ത സുഹൃത്തുക്കളല്ലേ. ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്ത് ഓരോ ശരികളുണ്ട്, അതൊക്കെ ഇന്നലെ കഴിഞ്ഞു, ഇന്ന് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പോൾ അതെല്ലാം മറന്ന് വീണ്ടും നിങ്ങൾ നല്ല സുഹൃത്തുക്കളാകണം പഴയതുപോലെ എന്നെല്ലാം പറയുമ്പോൾ ആദിൽ അവിടെ അനീഷിന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് ഷാനവാസിക എന്തെങ്കിലും ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഷാനവാസികയുടെ ഫെയിം എല്ലാം കണ്ടിട്ടാണ് ചേട്ടൻ ഷാനവാസികയുടെ പുറകെ പോകുന്നത് എന്ന്? ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഞങ്ങളുടെ പ്രശ്നം എന്നൊക്കെയാണ് ആദില പറയുന്നത്. ആദിലയ്ക്ക് അനുവിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇവരുടെ ഒരു പ്രശ്നം കോംപ്രമൈസ് ആവാൻ കുറച്ച് പണിയാണ്. രണ്ടു കൂട്ടരും സംസാരിക്കാൻ പോലും തയ്യാറാവുന്നില്ല. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അനീഷ് ഇപ്പോൾ ആദിലയും നൂറയും അനുമോളെയും എല്ലാം വിളിച്ചിരുത്തിക്കൊണ്ട് ഇവരുടെ ഒരു പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ നോക്കുന്നതെല്ലാമാണ് ലൈവിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രശ്നം എന്തായി തീരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു കാലത്തെ ഏറ്റവും നല്ല കൂട്ടുകാരായിട്ടുള്ള അനുമോൾ ആദില നൂറ ഇവരിപ്പോൾ ഏറ്റവും വലിയ ശത്രുക്കളെ പോലെയാണ്. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.